ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ ഒരു ദുബായ് പോലൊക്കെ തോന്നൂലേ. ഉത്തർപ്രദേശിലെ യുപിയിലെ നമ്മളെ ഷംസുദ്ദീന്റെ വീട്ടിലെ നോമ്പറാണ്. നോമ്പറല്ല, സമൂഹ നോമ്പറാണ്. ആ നാട്ടിലും പരിസരത്തുള്ള ഏകദേശം 500-ലധികം ആളുകൾ ആ നോമ്പർക്ക് എത്തിയിട്ടുണ്ട്. ഒരു സാധു മനുഷ്യനാണ്. ഇതാണ് നമ്മളെ ഷംസുദ്ദീൻ ഭായ്. അങ്ങനെ നമ്മളെ സ്ഥാപനത്തിലെ കുട്ടികളൊക്കെ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. പിന്നെ നോർത്തിലെ നോമ്പറെന്ന് പറയുമ്പോൾ നമ്മളെ അടുത്ത പോലെ ടേബിൾ നിറച്ചും പലഹാരം അങ്ങനത്തെ കൺസെപ്റ്റ് ഒന്നും പാടില്ല. നിങ്ങൾക്ക് ഒരാളെ നോമ്പർപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരു കാരക്കച്ചോളം കൊണ്ടാണെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടാണെങ്കിലും നോമ്പർപ്പിക്കുക എന്നേ പറഞ്ഞിട്ട്. നിങ്ങളവിടെ എത്തിയപ്പോഴേക്ക് ഏകദേശം ആളുകളൊക്കെ വന്ന് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ആർഭാടോ അനാവശ്യം ഒന്നുമില്ല കേട്ടോ, എല്ലാം ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ. ഈ ഉസ്താദ്മാർ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് നോർത്തിലേക്ക് വന്നവരാണ്. ഓർക്കും ക്ഷണം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഇഫ്താർ പലയിടത്തും ഉണ്ടാവും, പക്ഷെ നോമ്പ് തുറക്കുന്നതിന് മുന്നേ വരെ അവിടെ മൊത്തം ഒച്ചപ്പാടിക്കും. പക്ഷെ നോർത്തിൽ അങ്ങനെ അല്ല കേട്ടോ. ബാങ്ക് കൊടുക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് തന്നെ പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിരിക്കും. പിന്നെ എല്ലാവരും ദ്വാരിക്കണ സമയക്കും. നമ്മളെ ഇന്റേൺഷിപ്പിന് വന്ന ഉസ്താദ്മാരുണ്ടല്ലോ, ഓരോ ഇവിടുത്തെ മന്തി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളായിട്ട് പരിചയപ്പെട്ട എല്ലാ മലയാളികളെയും വിളിച്ചോളാണ് കേട്ടോ ഷംസുദ്ദീൻ ഭായ് പറഞ്ഞത്. മൂപ്പരെ വീടിന്റെ അകത്തിരിക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്ത് സാധനങ്ങളൊക്കെ പുറത്തു കൊണ്ട് വെച്ചിട്ട് റോഡിലൂടെ പോകുന്നവർക്ക് വരെ കൊടുത്തു വിടാണ്. അല്ല മൂപ്പരാ മനസ്സേ. ബായ് സുറേജ് എന്ന് പറഞ്ഞാൽ ഷംസുദ്ദീൻ ഭായ്ക്ക് ജീവനാണ്. സ്വന്തം അനിയനെ പോലെയാണ്. എന്ത് കാര്യത്തിനും കൂടെ വേണം. വെൽക്കം ടു ലക്നൗ. പ്ലീസ് കം ടു ലക്നൗ.